അങ്ങനെ വേഫാറർ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അടുത്ത സിനിമയായ ലോക ചാപ്റ്റർ 2 ഒഫീഷ്യലി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസിൻ്റെ ജാത്തനും ദുൽഖറിൻ്റെ ഒടിയനും സംസാരിക്കുന്ന ഒരു രംഗമാണ് സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ ഇവരൊരു കെമിസ്ട്രി കണ്ടപ്പോൾ ഡെഡ്പൂൾ വോൾവറിൻ ആ ഒരു വൈബ് തോന്നി. എന്തായാലും അതുപോലെ ഒരു കിടിലൻ കോംബോ ആയിട്ട് ലോക ചാപ്റ്റർ 2 ഈ ഒരു കോംബോ മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ലോക ചാപ്റ്റർ 1 സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ടൊവിനോ തോമസിൻ്റെ മറ്റൊരു ചാത്തനെ കാണുന്നുണ്ടല്ലോ. ആ ഒരു ചാത്തൻ മമ്മൂക്കയുടെ മൂത്തോനെയും അതുപോലെ ടൊവിനോ തോമസിൻ്റെ ഈ ഒരു ചാർലി എന്ന ചാത്തനെയും തേടി വരാൻ പോകുന്നു എന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ മൈക്കിൾ ചാർലിയോട് പറയുന്നുണ്ട്, എന്നെപ്പോലെ ഫണ്ണല്ല അവൻ, ഇച്ചിരി വയലൻ്റാന്ന് ടൊവിനോ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമാണ്. ചാർലി അടക്കം 390 ചാത്തൻ വേരിയൻസ് ആണ് ഉള്ളത്. ആ ഒരു വേരിയൻസിനൊക്കെ ഒരു ആനിമേഷൻ രീതിയിൽ ഈ ഒരു വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. വിവിധ ഗെറ്റപ്പുകളിൽ ചാത്തന്മാരെ കാണിക്കുന്നുണ്ട്. 390 ഗെറ്റപ്പുകളിൽ ടൊവിനോ തോമസ് അടുത്ത ചാപ്റ്ററിൽ വരികയാണെങ്കിൽ അതൊരു ചരിത്രം തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ഡെഡ്പൂൾ വോൾവറിനിൽ ഡെഡ്പൂളിൻ്റെ വേരിയൻസിനെ കാണിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ വിവിധ ഗെറ്റപ്പുകളിൽ ചാത്തന്മാർ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയോട് കൂടി ലോക ചാപ്റ്റർ 2 സിനിമയ്ക്ക് ഭീകര ഹൈപ്പ് തന്നെയായിരിക്കും. അതുപോലെ ലോക ചാപ്റ്റർ 1 സിനിമ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. സിനിമയുടെ കളക്ഷൻ 300 കോടിയിലേക്ക് എത്താനും ചാൻസ് ഉണ്ട്. ലോക സിനിമയിൽ വന്ന ചാത്തനും ഒടിയനും നീലിയെ പറ്റിയൊക്കെയുള്ള റിയൽ സ്റ്റോറീസ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. ലോക ചാപ്റ്റർ 1 സിനിമയുടെ 29 ദിവസത്തെ കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ 107,96 ലക്ഷവും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 56,45 ലക്ഷവും, ഓവർസീസിൽ 116,71 ലക്ഷവും. അങ്ങനെ സിനിമയുടെ ടോട്ടൽ 29 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 281,12 ലക്ഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ വന്നതോടുകൂടി ഇനിയും ആളുകൾ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. എന്തായാലും കിടിലൻ പ്രൊമോഷൻ പരിപാടികൾ തന്നെയാണ് ദുൽഖർ ചെയ്യുന്നത്. പേഴ്സണലി ഭാവിയിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് 1,000 കോടി സിനിമയൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ.